നമ്മൾ ഇനി പ്രധാനപ്പെട്ട 4 മെറ്റലുകളുടെ കംപ്ലീറ്റ് എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് പറയാൻ പോവാണ്. നമുക്ക് പഠിക്കേണ്ടത് അയൺ, അലുമിനിയം, കോപ്പർ ആൻഡ് സിങ്ക്, ഈ 4 മെറ്റലുകളുടെ എക്സ്ട്രാക്ഷനാണ്. സോ അതിൽ ആദ്യത്തത് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ. ഓക്കെ, അപ്പോൾ അത് സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇതിൽ പറയുന്ന ഓരോ പോയിന്റുകളും കുഞ്ഞോളെ നല്ല രീതിയിൽ മനസ്സിലേക്ക് എടുക്കണം. ഒന്ന്, ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ഓർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഇരുമ്പ് അയൺ എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത് അതിൻ്റെ ഓറായിട്ടുള്ള ഹേമറ്റൈറ്റിൽ നിന്നാണ്. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ ഓർ സെലക്ട് ചെയ്തു. which is the ore, which is the hematite. Okay, hematite. Ore is the hematite. Fe2O3. Okay, Fe2O3 ഇതാണ് ore. Fe2O3 is the ore. Hematite is the ore. Okay, അങ്ങനെ ഓറായിട്ടുള്ള ഹേമറ്റൈറ്റിനെ നമ്മൾ മൈൻ ചെയ്തെടുത്തു, അതിനെ ക്രഷ് ചെയ്തു, അതിനെ പൾവറൈസ് ചെയ്തു. അങ്ങനെ നമ്മുടെ കയ്യിൽ ഇനിയുള്ളത് പൗഡേർഡ് ആയിട്ടുള്ള ഓർ പാർട്ടിക്കിൾസ് ആണ്. പൗഡേർഡ് ആയിട്ടുള്ള ഹേമറ്റൈറ്റ് ഓർ പാർട്ടിക്കിൾസ് ആണ്. ഓർമ്മ, എന്തുണ്ട്? അതിൽ ഭൗമ മാലിന്യങ്ങളുണ്ട്. ഭൂമിയിൽ നിന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്ന സമയത്ത് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്തുണ്ട്? അതിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് ഗ്യാങ്. നമ്മൾ എന്ത് ചെയ്യണം? ഇനി ആ ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യണം. അതായത് പൗഡേർഡ് ഹേമറ്റൈറ്റിനെ കോൺസെൻട്രേഷൻ പ്രോസസ്സിന് വിധേയമാക്കണം. ഓക്കെ, പൗഡേർഡ് ഓറിനെ കോൺസെൻട്രേഷൻ പ്രോസസ്സിന് വിധേയമാക്കണം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദി കോൺസെൻട്രേഷൻ. എന്താണ് കോൺസെൻട്രേഷൻ? This hematite ore is concentrated by, കേൾക്കണേ, this hematite ore is an example for oxide ore, and therefore this is concentrated by the levitation process or hydraulic washing. Okay, levitation process വഴി അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് വഴിയാണ് നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിലെ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്തു. കാരണം അതിലെ വെള്ളത്തിൽ കഴുകിയാലും റിമൂവ് ചെയ്യപ്പെടാത്ത കുറെ മാലിന്യങ്ങളുണ്ട്. സിലിക്കൺ, SiO2, എന്താ പറയാ, ഫോസ്ഫറസ്, ആർസനിക്, മാംഗനീസ്, ഇങ്ങനെ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് അതിലുണ്ടാവും. വെള്ളത്തിൽ കഴുകിയാലൊന്നും പോവാത്ത ഇമ്പ്യൂരിറ്റീസ് അതിൽ ഇനിയും ബാക്കിയുണ്ട്. ഓക്കെ, കഴുകിക്കളഞ്ഞാൽ പോകുന്ന ചെളി പോലുള്ള വസ്തുക്കളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴുകിപ്പോയിട്ടുണ്ടാകും ഈ ലെവിഗേഷൻ കഴിയുമ്പോഴേക്കും. ഓക്കെ അല്ലേ? എനിവേ, നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പൊ തൽക്കാലം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഓർ ഉണ്ട് എന്ന് പറയാം. സോ ഇപ്പൊ നമ്മുടെ കയ്യിൽ പൗഡേർഡ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള Fe2O3 ആണുള്ളത്. പ്രധാനപ്പെട്ട അതിലുള്ള ഇമ്പ്യൂരിറ്റീസിൽ പ്രധാനപ്പെട്ടത് SiO2 ആണ്. ഇനെന്ത് ചെയ്യണം? ഓൾറെഡി അത് ഓക്സൈഡ് ഫോമിലാണ് ഉള്ളത്. അതുകൊണ്ട് കൺവേർട്ട് ടു ഓക്സൈഡ് എന്നുള്ളത് നമുക്ക് വേണമെന്നില്ല. പക്ഷെ അതിൽ ചിലപ്പോൾ വോളറ്റൈൽ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവാം. അങ്ങനെ വോളറ്റൈൽ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്, അതേപോലെ മോയ്സ്ചർ തുടങ്ങിയവയെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ കാൽസിനേഷന് വിധേയമാക്കാം. ഓക്കെ, ഏതാണ് കാൽസിനേഷൻ? സോ ദിസ് പൗഡേർഡ് കോൺസെൻട്രേറ്റഡ് ഓർ ഈസ് കാൽസൈൻഡ്. ഓക്കെ, കാൽസിനേഷന് വിധേയമാക്കുക. കാൽസിനേഷന് വിധേയമാക്കുമ്പോൾ അതിലുള്ള ഇമ്പ്യൂരിറ്റീസ്, എന്താ പറയാ, വോളറ്റൈൽ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്, ഫോർ എക്സാമ്പിൾ അതിൽ H2O കണ്ടന്റ് ഉണ്ട് എങ്കിൽ Fe2O3 NH2O, വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ട് എങ്കിൽ കാൽസിനേഷന്റെ സമയത്ത്, അതായത് ഹീറ്റിംഗ് ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ ഓർ ഇൻ ദി ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ, എന്ത് ചെയ്യും? മോയ്സ്ചർ കണ്ടന്റ് എസ്കേപ്പ് ചെയ്യും. പിന്നെയോ അതിൽ സൾഫർ ഉണ്ടെങ്കിൽ സൾഫർ ഡയോക്സൈഡ് ആയിട്ട് എസ്കേപ്പ് ചെയ്യും, SO2. If it is heated in the presence of oxygen. ഓക്കെ, ഈ കാൽസിനേഷൻ ഓ റോസ്റ്റിംഗ് രണ്ടിലേത് വേണമെന്ന് നടത്താവേ, പ്രശ്നമൊന്നുമില്ല. റോസ്റ്റിംഗ് ആണ് എങ്കിൽ എന്താണെന്ന് അറിയാവോ? റോസ്റ്റിംഗ് ആണ് എങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സൾഫർ ഒക്കെ ഉണ്ടെങ്കിൽ സൾഫർ ഡയോക്സൈഡ് ആയിട്ട് എസ്കേപ്പ് ചെയ്യും. ആർസനിക് ഉണ്ടെങ്കിൽ ആർസനിക് എങ്ങനെ എസ്കേപ്പ് ചെയ്യും? ആർസനിക് കമ്പൈൻ വിത്ത് എക്സസ് ഓഫ് ഓക്സിജൻ എന്താവും? ആർസനിക് പെന്റോക്സൈഡ് ആയിട്ട് എസ്കേപ്പ് ചെയ്യും. ഫോസ്ഫറസ് ഉണ്ടെങ്കിലോ
ഫോസ്ഫറസ് ഉണ്ടെങ്കിലോ ഫോസ്ഫറസ് കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം ഫോസ്ഫറസ് പെൻഡോക്സൈഡ്. ഓക്കെ, P2O5 is gas. അപ്പൊ വോളറ്റൈൽ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗിന്റെ സമയത്ത് എസ്കേപ്പ് ചെയ്യും. സംശയമില്ലല്ലോ. ഇനിയിപ്പോ അതിന് റോസ്റ്റിംഗ് ആണ് എങ്കിൽ ഈ Fe2O3 കൂടെ FeS2 ഉണ്ടെങ്കിൽ FeS2 എന്താ ഫുൾസ് ഗോൾഡ്, അത് ഓക്സിജനുമായി കമ്പൈൻ ചെയ്തിട്ട് എന്താണെന്ന് അറിയാമോ, FeO ആയിട്ട് മാറും, SO2 എസ്കേപ്പ് ചെയ്യും. സോറി, FeO അല്ല, Fe2O3 ആയിട്ട് മാറും. FeS2 ഞാൻ ബാലൻസ് ചെയ്തിട്ടില്ല, Fe2O3 ആയിട്ട് മാറും, SO2 എസ്കേപ്പ് ചെയ്യും. എനിവേ, അപ്പോൾ ഓർമ്മിക്ക, ഹേമറ്റൈറ്റ് സെലക്ട് ചെയ്തു, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തു, കോൺസെൻട്രേറ്റഡ് ചെയ്ത പിന്നെ ഹേമറ്റൈറ്റിനെ കാൽസിനേഷനോ റോസ്റ്റിങ്ങിനെ വിധേയമാക്കുമ്പോൾ ഈ പറയപ്പെട്ട പ്രോസസ്സുകളെല്ലാം നടക്കും. ഓക്കെ, അപ്പൊ നമ്മളെ കയ്യിൽ ഇനി ബാക്കിയുള്ളത് കാൽസൈൻഡ് റോസ്റ്റഡ് ഹേമറ്റൈറ്റ് ആണ്. ഓക്കെ, കാൽസൈൻഡ് റോസ്റ്റഡ് ഹേമറ്റൈറ്റ് ആണ്. ഇനി എന്ത് ചെയ്യണം, എന്തോ ആയിക്കൊള്ളട്ടെ, കാൽസ്യം റോസ്റ്റിംഗ് എന്തായിക്കൊള്ളട്ടെ, നമ്മളെ കയ്യിൽ ഇനി ബാക്കിയാവുന്നത് Fe2O3 ആണ്, which is the calcined or roasted ore. ഇതിനെ എന്ത് ചെയ്യണം, ഓക്സിജൻ റിമൂവ് ചെയ്യണം. അതായത് ഇനി ഇതിനെ റിഡക്ഷൻ പ്രോസസ്സിന് വിധേയമാക്കണം. ഓക്കെ, ഇതിന് Fe2O3 റെഡ്യൂസ് ചെയ്യുന്നത് സ്മെൽറ്റിംഗ് വഴിയാണ്. കേൾക്കണേ, എന്താണ് സ്മെൽറ്റിംഗ് വഴിയാണ്. Fe2O3 റെഡ്യൂസ് ചെയ്യുന്നത് സ്മെൽറ്റിംഗ് വഴിയാണ്. ഓക്കെ, എന്താണ് സ്മെൽറ്റിംഗ്? റിഡക്ഷൻ യൂസിങ് കാർബൺ. ഓക്കെ, റിഡക്ഷൻ യൂസിങ് കാർബൺ. സോ നെക്സ്റ്റ് പ്രോസസ്, നെക്സ്റ്റ് സ്റ്റെപ്പ് സ്മെൽറ്റിംഗ്. Okay, and this is carried out in a special type of furnace which is called blast furnace. ഏതാണ്? ബ്ലാസ്റ്റ് ഫർണസ്. അപ്പൊ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയപ്പെടുന്ന പ്രത്യേക തരം ഫർണസിൽ വെച്ചിട്ടാണ് Fe2O3 നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂസിങ് കോക്ക് ഓർ കാർബൺ. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ ഡൗട്ടില്ലല്ലോ, ഒന്നുകൂടി നേരെ നോക്ക്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ സ്മെൽറ്റിംഗ് നടത്തുന്ന ബ്ലാസ്റ്റ് ഫർണസിന്റെ സ്ട്രക്ചർ വരക്കുന്നു. എന്നിട്ട് ആ ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. റിയാക്ഷൻസ് ഓരോന്നും വളരെ വൃത്തിക്ക് ക്ലിയർ ആയിട്ട് പഠിക്കണം. അപ്പം ഞാൻ അതിൻ്റെ ഫിഗർ വരക്കാൻ പോവാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ചിലപ്പോൾ വരക്കാൻ വേണ്ടി ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഫർണസിലെ ഓരോ സ്ഥലം, ബ്ലാസ്റ്റ് ഫർണസിലെ ഓരോ റീജിയൻ ഉണ്ട്, കുറേ റീജിയൻസ് ഉണ്ട്, കുറേ സോൺസ് ഉണ്ട്. ആ സോണുകൾ നടക്കുന്ന റിയാക്ഷൻസ് നിങ്ങളോട് എഴുതാൻ വേണ്ടി പറയും. സോ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക, ഓരോന്നും നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, സോ ബ്ലാസ്റ്റ് ഫർണസ് ആണ് ഞാൻ വരക്കുന്നത്. സമയമെടുക്കും. ഓക്കെ,
ഓക്കെ, ദിസ് ഈസ് ദി റഫ് സ്കെച്ച് ഓഫ് എ ബ്ലാസ്റ്റ് ഫർണസ്. ഇതിന്റെ ഈ സൈഡ് വാളുകളൊക്കെ ബ്രിക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഉള്ളിൽ ഒരു കാർബൺ ലൈനിങ് ഉണ്ടാകും. ബ്രിക്സ് ആയതുകൊണ്ട് ഹൈ ടെമ്പറേച്ചറിൽ അതെന്താ പറയാ, എത്ര കൂടിയ ടെമ്പറേച്ചർ ആണെങ്കിൽ അത് ഉൾക്കൊള്ളാൻ പറ്റും ബ്രിക്സ് ആയതുകൊണ്ട്. നല്ലോണം ചൂട് എന്താ പറയാ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് കാർബൺ ലൈനിങ് ഉണ്ടാവും ഉള്ളിൽ ഇടാം. ഓക്കെ, ഇനി ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. കണ്ടോ, താഴ്ഭാഗത്ത് ഒരു ഓപ്പണിംഗ്. ഇവിടെയും ഒരു ഓപ്പണിംഗ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു മൗത്താണ്. ആ മൗത്തിൽ ഒരു ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിംഗ് ആവശ്യാനുസരണം ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും വേണ്ടിയിട്ട് ഒരു കപ്പ് അവിടെ വെച്ചിട്ടുണ്ടാകും. ആ ടോപ്പിന് ഈ ടോപ്പിന് പറഞ്ഞ പേരാണ് കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെന്റ്. ഓക്കെ, കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെന്റ്. കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെന്റ്. കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെന്റ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ, സംശയമില്ലാട്ടോ? സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെന്റ് കണ്ടു. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെന്റ്. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് അറിയാവോ, ഈ കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെന്റിലേക്ക് ഇവിടെ ഒരു ഓപ്പണിംഗ് ആണെന്നില്ല, അവിടേക്ക് നമ്മളൊരു മിക്സ്ചർ ആഡ് ചെയ്യണം. ഓക്കെ, ഒരു മിക്സ്ചർ. ആ മിക്സ്ചറിൽ 3 വസ്തുക്കളുണ്ട്. 3 മിക്സ്ചറാണ്. ഒന്ന് നമ്മുടെ ഈ കാൽസൈൻഡ് റോസ്റ്റഡ് കാൽസൈൻഡ് റോസ്റ്റഡ് ഓർ പ്ലസ് ലൈംസ്റ്റോൺ പ്ലസ് കോക്ക്. ഈ 3 മിക്സ്ചർ, ഓറ്, ലൈംസ്റ്റോൺ, കോക്ക്, ഈ 3 മിക്സ്ചറിന് പറയുന്ന പേരാണ് ചാർജ്. ചാർജ് എന്നറിയപ്പെടുന്ന ഓറ്, ലൈംസ്റ്റോൺ, കോക്ക്, ഈ 3 മിക്സ്ചറിനെ നമ്മൾ ആ കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെന്റിലേക്ക് ഫെഡ് ചെയ്യും. ഇതിൽ ഓരോന്നിനും റോളുണ്ട്. ഓറിൽ നിന്നാണ് നമുക്ക് ആരെ വേണ്ടത്? ഇതാണ് ഓറിൽ നിന്നാണ് ആരെ വേണ്ടത്? ഓറിൽ നിന്നാണ് ആരെ വേണ്ടത്? എഫിനെ വേണ്ടത്. ഓക്കെ, ആ എഫിനെ കിട്ടണമെങ്കിൽ ഓക്സിജൻ അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. ഓക്സിജൻ റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു റെഡ്യൂസിങ് ഏജന്റ് വേണം. ആ റെഡ്യൂസിങ് ഏജന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോക്ക് ഉപയോഗിക്കുന്നത്. ആക്ച്വലി റെഡ്യൂസിങ് ഏജന്റ് കാർബൺ മോണോക്സൈഡാണ്. ബ്ലാസ്റ്റ് ഫർണസിൽ റെഡ്യൂസിങ് ഏജന്റ് കാർബൺ മോണോക്സൈഡാണ്. ആ കാർബൺ മോണോക്സൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ കോക്ക് ഓറിൽ നിന്ന് എഫിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ പറഞ്ഞു Fe2O3 പ്രധാനമായിട്ടും ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റി എന്താണ്? അത് SiO2 ആണ്. ആ SiO2 എന്ന് പറയുന്ന ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയപ്പെട്ട റിഡക്ഷന്റെ സമയത്ത് റെഡ്യൂസിങ് ഏജന്റിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന ഒരു വസ്തുവുണ്ട്, വിച്ച് ഈസ് ദി ഫ്ലക്സ്. ഫ്ലക്സ് ആയിട്ട് വേണ്ടത് കാൽഷ്യം ഓക്സൈഡ് ആണ്. ആ കാൽഷ്യം ഓക്സൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലൈംസ്റ്റോൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, ലൈംസ്റ്റോൺ കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റിൽ നിന്ന് കാൽഷ്യം ഓക്സൈഡ് കിട്ടും. നമ്മൾ ഫ്ലക്സ് ഗ്യാങ് ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓട് മനസ്സിലായല്ലോ. ഓറിൽ നിന്ന് വേണം മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ, ഓട് മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ. അതിന് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡ് വേണം. അതിനാണ് കോക്ക്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെയുള്ള ഇമ്പ്യൂരിറ്റീസ്, ഇത് അസിഡിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റി ആണ്. അസിഡിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക് ആയിട്ടുള്ള ഫ്ലക്സ് ആയിട്ടുള്ള കാൽഷ്യം ഓക്സൈഡ് ഉപയോഗിക്കുന്നത്.
ആ കാൽഷ്യം ഓക്സൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ലൈംസ്റ്റോൺ. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. വാട്ട് ഈസ് ദി റോൾ ഓഫ് ലൈംസ്റ്റോൺ ഇൻ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടതാണ്. കുഞ്ഞൊക്കെ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ്, അപ്പൊ ഇനി നമ്മൾ അതിലെ ഓരോ സ്ഥലങ്ങളിലും നടക്കുന്ന റിയാക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പൊ ഇത് ഈ സാധനം ഉണ്ടല്ലോ, ഇതിനെ കുറച്ച് മുകളിലോട്ട് ഇങ്ങനെ മെല്ലൊന്ന് പൊക്കുക. ഓക്കെ, അപ്പൊ അതായത് ഈ കോണിലൊന്ന് പൊക്കുക. പൊക്കുമ്പോൾ ഈ പറയപ്പെട്ട ചാർജ് ഈ ഫർണസിന്റെ ഉള്ളിലേക്ക് താഴേക്ക് വീഴും. ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ, താഴെ ഒരു ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിങ്ങിൽ കൂടിയിട്ട് ഹോട്ട് എയർ, നല്ല ചൂടുള്ള എയർ, ഹൈ ടെമ്പറേച്ചറിലുള്ള എയർ ഇതിലേക്ക് പാസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ചാർജിന്റെ ഉള്ളിലേക്ക് ഫെഡ് ചെയ്യുന്നു. ആ ഫെഡ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ചൂട് എയറിന് ഉള്ളിലോട്ട് പാസ് ചെയ്യണം. അപ്പൊ എന്താണെന്ന് അറിയാവുക, ഈ ചാർജിലുള്ള കോക്ക് ചാർജിലുള്ള കോക്ക് എന്താണെന്ന് ഈ ഭാഗത്ത് വെച്ചിട്ട് ഫർണസിന്റെ താഴ്ഭാഗത്ത് ഇവിടെ വെച്ചിട്ട് കോക്കിന് ഓക്സിഡേഷൻ സംഭവിക്കും. ഈ താഴെ നടക്കുന്ന റിയാക്ഷൻ ആണ് ഞാൻ എഴുതുന്നത്. കോക്ക് അതായത് കാർബണ് ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. ആ റിയാക്ഷൻ ഞാൻ എഴുതുന്ന റിയാക്ഷൻ ശ്രദ്ധിക്കണേ. മുകളിൽ നിന്നും വരുന്ന ചാർജിലെ കോക്ക് ഇവിടെ വെച്ചിട്ട് ഹോട്ട് എയറുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അതായത് കാർബൺ കത്തുന്നു, കോക്ക് കത്തുന്നു in the presence of hot air and form carbon dioxide. Coke is oxidized to carbon dioxide, or coke undergo combustion to form carbon dioxide ആയിട്ട് മാറും. അപ്പൊ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഈ റിയാക്ഷന് പ്രത്യേകത ഉണ്ട്, ഇത് ഹൈലി എക്സോതെർമിക് ആണ്. ഈ റിയാക്ഷൻ ഹൈലി എക്സോതെർമിക് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ ഒരുപാട് കൂടുതലാണ്. ഈ റീജിയൻ ഇവിടെ വെച്ചിട്ടാണ് സംഭവിക്കുന്നത്. റിയാക്ഷൻ ഞാൻ പുറത്തേക്കുന്നേ ഉള്ളൂ, പുറത്ത് റിയാക്ഷൻ നടന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ ഈ താഴ്ഭാഗത്ത് ഹൈ ടെമ്പറേച്ചർ ആണ്, വിച്ച് ഈസ് 2170 കെൽവിൻ. താഴത്തെ ടെമ്പറേച്ചർ എത്രയാണ്? 2170 കെൽവിൻ. ഓക്കെ, ഇങ്ങനെ കാർബണ് കമ്പസ്റ്റൻ നടക്കുന്ന സോൺ ആയതുകൊണ്ട് ഈ റീജിയനിൽ, ഈ സോണിൽ എന്താ സംഭവിക്കുന്നത്? കാർബണ് കമ്പസ്റ്റൻ നടക്കുന്നു. അതുകൊണ്ട് ആ സോണിനൊരു പേരുണ്ട്, കമ്പസ്റ്റൻ സോൺ. എന്താണ്? കമ്പസ്റ്റൻ സോൺ. ദിസ് സോൺ ഈസ് കോൾഡ് കമ്പസ്റ്റൻ സോൺ or combustion zone. ഓക്കെ, അപ്പൊ കമ്പഷൻ സോണിലെ ടെമ്പറേച്ചർ എത്രയാണ്? 2170 കെൽവിൻ. എന്തുകൊണ്ട് അത്രയും ടെമ്പറേച്ചർ ആയി? ഈ റിയാക്ഷൻ എക്സോതെർമിക് ആയതുകൊണ്ട്. അങ്ങനെ ഇവിടെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണുള്ളത്. ആ കാർബൺ ഡൈ ഓക്സൈഡ് മുകളിലോട്ട് റൈസ് ചെയ്യും. അങ്ങനെ മുകളിലോട്ട് റൈസ് ചെയ്തിട്ട് ഈ ഭാഗത്ത് വെച്ചിട്ട് കാണുന്നുണ്ടോ? ഈ ഭാഗത്ത് വെച്ചിട്ട് എന്താണെന്നുണ്ടെങ്കിൽ ആ കാർബൺ ഡൈ ഓക്സൈഡ്, ഈ ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് മുകളിലോട്ട് പോവാണ്. അത് വീണ്ടും താഴേക്ക് വരുന്ന കാർബണുമായിട്ട്, ദാറ്റ് മീൻസ് കോക്കുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. ആരെ? കാർബൺ ഡൈ ഓക്സൈഡ് combine with coke. Okay, carbon dioxide combine with coke to form carbon monoxide. കാർബൺ മോണോക്സൈഡ് ഇതാണ് നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ്. കാർബൺ മോണോക്സൈഡ് ഇവിടെ വെച്ചിട്ട് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യുന്നു. നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ് ഫോം ചെയ്തു. ഈ റിയാക്ഷൻ ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ ടെമ്പറേച്ചർ കുറച്ച് കുറയും. അവിടുത്തെ ടെമ്പറേച്ചർ 1570 കെൽവിൻ. എന്തുകൊണ്ട് ടെമ്പറേച്ചർ കുറഞ്ഞത് ക്ലിയർ അല്ല? എന്തുകൊണ്ട്? അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ എന്താ സംഭവിച്ചത്? കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യപ്പെട്ടിട്ട്, അതായത് കോക്ക് ഓക്സിഡൈസ് ചെയ്യപ്പെട്ടിട്ട് കാർബൺ മോണോക്സൈഡ് ആയി. അതായത് നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ് കിട്ടി. അപ്പൊ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. ആ കാർബൺ ഡൈ ഓക്സൈഡ് മുകളിലോട്ട് റൈസ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടായി. ആ കാർബൺ മോണോക്സൈഡ് മുകളിലോട്ട് പൊങ്ങിയിട്ട് വരും. ഇനി മുകളിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് പറയാം. ഓക്കെ, ഇവിടെ ടോപ്പിൽ ടെമ്പറേച്ചർ വളരെ കുറവാണ്. ടോപ്പിൽ 470 ആണ് ടെമ്പറേച്ചർ. 470 കെൽവിനാണ്. 470 കെൽവിൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മുകളിൽ നമ്മളിപ്പോ ഇവിടെ കോക്കിൽ എന്ത് സംഭവിച്ചെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ നമ്മുടെ ചാർജ് മുഴുവനായിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഫെഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് കോക്കിന് എന്ത് സംഭവിച്ചെന്നാ പറഞ്ഞത്? കോക്ക് എന്തായിട്ട് മാറി? ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. കോക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് മാറി, കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറി. ഇനി ബാക്കി രണ്ട് പേർക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞില്ലല്ലോ, അതാണ് പറയുന്നത്. ഇനി ഓറിന് എങ്ങാനും മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട് എങ്കിൽ, H2O കണ്ടന്റ് ഉണ്ട് എങ്കിൽ
ആ H2O ഇവിടെ വെച്ചിട്ട് H2O ലിക്വിഡ് ലിക്വിഡ് ഫോമിലുള്ള H2O എങ്ങാനും അവിടെ ഉണ്ടെങ്കിൽ അത് ഗ്യാസ് ആയിട്ട് മാറും, വേപ്പറായിട്ട് മാറും. അത് ഇതിലേക്ക് കൂടി എസ്കേപ്പ് ചെയ്തോളും. ഓക്കെ, പുറത്തേക്കൂടി എസ്കേപ്പ് ചെയ്തോളും. ഓക്കെ, സോ ഇവിടെ വെച്ചിട്ട് മോയ്സ്ചറിന്റെ ലോസ് ഓഫ് മോയ്സ്ചർ. സോ ടോപ്പിൽ ലോസ് ഓഫ് മോയ്സ്ചർ. ഓക്കെ, ഒന്ന് നോക്കി, നന്നായിട്ട് നോക്കി എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. ഓക്കെ, ലോസ് ഓഫ് മോയ്സ്ചർ സംഭവിച്ചു. ഇനി അടുത്തത്, ഇതിന്റെ തൊട്ട് താഴെ ഇനി ഇതിന് സംഭവിക്കുന്ന കാര്യമാണ്, ഇതിലുള്ള മോയ്സ്ചർ നഷ്ടപ്പെട്ടു. ഇനി ഇതിന് സംഭവിക്കുന്നത് നമുക്ക് അതിൽ നിന്ന് ആരെ വേണം, ക്രൂഡായിട്ടുള്ള ഇരുമ്പ് വേണം. അതെങ്ങനെ ആവുന്നു എന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിന്റെ തൊട്ട് താഴെ ടെമ്പറേച്ചർ 870 കെൽവിൻ ആണ്, 900 കെൽവിൻ റേഞ്ചിലാണ് ഉള്ളത്. 870 കെൽവിൻ തൊട്ട് താഴെ അവിടെ വെച്ചിട്ട് അതായത് ടോപ്പിൽ ഫർണസിന്റെ ഏകദേശം ടോപ്പിൽ വെച്ചിട്ട് പ്രധാനപ്പെട്ട 2 റിയാക്ഷൻസ് സംഭവിക്കും. ഒന്ന് Fe2O3. ആ Fe2O3ക്ക് കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിക്കാൻ പോവാണ്. എന്തെന്നറിയാവോ? Fe2O3 കേൾക്കണം, ഞാൻ റിയാക്ഷൻ ചെയ്ത് നന്നായി ശ്രദ്ധിക്കണം. Fe2O3 കുറെ ടോപ്പിലാണ് ഇത്. H2O അത് ഓരോന്നും വേറെ വേറെ മനസ്സിലാക്കണം കേട്ടോ. ഓരോ റിയാക്ഷനും ഓരോ സോണിൽ നടക്കുന്ന റിയാക്ഷൻ വേറെ വേറെ മനസ്സിലാക്കണം. H2O ലിക്വിഡ് H2O ഗ്യാസ് ആയിട്ട് മാറി ടോപ്പില്. ഇതിന്റെ തൊട്ട് താഴെ Fe2O3 എന്താണെന്ന് അറിയാവോ? Fe2O3 ഈ ഇവിടെ ഉണ്ടായ കാർബൺ മോണോക്സൈഡ് ഉണ്ടല്ല, ആ കാർബൺ മോണോക്സൈഡ് മുകളിലോട്ട് റൈസ് ചെയ്തിട്ട് ഈ പറയപ്പെട്ട ടെമ്പറേച്ചർ റേഞ്ചിലേക്ക് എത്തുമ്പോൾ ആ Fe2O3 കാർബൺ മോണോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് Fe2O3 Fe3O4 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. Fe2O3 Fe3O4 ആയിട്ട് റെഡ്യൂസ് ചെയ്യും. കാർബൺ മോണോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആവും. അതായത് കാർബൺ മോണോക്സൈഡിനെ റെഡ്യൂസ് ചെയ്തു. കാർബൺ മോണോക്സൈഡ് Fe2O3 Fe3O4 ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ഓക്കെ, ആ Fe3O4 തീർന്നില്ല. ആ Fe3O4നെ വീണ്ടും കാർബൺ മോണോക്സൈഡ് എന്താക്കുന്ന അറിയാവോ? FeO ആയിട്ട് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, FeO ആയിട്ട് റെഡ്യൂസ് ചെയ്യും കാർബൺ ഡൈ ഓക്സൈഡ്. സോ നമ്മളുടെ കയ്യിലുള്ള ഈ ചാർജ് ഉണ്ടല്ലോ, ആ ചാർജിലെ കോക്ക് എന്തായി? താഴെ വെച്ച് കാർബൺ മോണോക്സൈഡ് ആയി. ആ കാർബൺ മോണോക്സൈഡ് മുകളിലോട്ട് പൊങ്ങി വന്നിട്ട് Fe2O3നെ അവസാനം FeO ആയിട്ട് റെഡ്യൂസ് ചെയ്തു. FeO അല്ല വേണ്ടത്, Fe ആണ്. FeO ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പൊ ഇവിടെ വെച്ച് ഇതിന് ബാക്കി എന്താണുള്ളത്? FeO സോളിഡ് ആണ്. FeO സോളിഡ് ആണ്. ബാക്കി കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പുറത്തോട്ട് വരും. കാർബൺ മോണോക്സൈഡ് പുറത്തോട്ട് വരില്ല, ഗ്യാസ് പുറത്തോട്ട് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓറിന് റിഡക്ഷൻ സംഭവിക്കുന്നത് കൊണ്ട് ആ റീജിയന്റെ പേരാണ് റിഡക്ഷൻ സോൺ എന്നാണ്. റിഡക്ഷൻ സോൺ മറക്കരുത്, റിഡക്ഷൻ സോണ്. അപ്പൊ റിഡക്ഷൻ സോണിൽ ഇപ്പൊ എന്താ ഉള്ളത്? റിഡക്ഷൻ സോണിൽ സോളിഡ് സ്റ്റേറ്റിലുള്ള FeO ആണുള്ളത്. സോളിഡ് സ്റ്റേറ്റിലുള്ള FeO കൂടെ ലൈംസ്റ്റോണും ഉണ്ട്. ലൈംസ്റ്റോൺ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ വെച്ചിട്ട് ലൈംസ്റ്റോൺ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ വെച്ചിട്ട് ഓറിനൊന്നും സംഭവിക്കുന്നില്ല. ഓറിലുള്ള മോയ്സ്ചർ നഷ്ടപ്പെട്ടു. ഇവിടെ വെച്ചിട്ട് Fe2O3 FeO ആയിട്ട് മാറി സോളിഡാണ്. കൂടെ തന്നെ ആര് വരുന്നുണ്ട്? ലൈംസ്റ്റോൺ വരുന്നുണ്ട്. ഇനി ലൈംസ്റ്റോണിൽ എന്ത് സംഭവിക്കും എന്ന് പറയാം. ഈ നടുവിലുള്ള നടുക്കുള്ള റീജിയനിലെ ടെമ്പറേച്ചർ 1270 കെൽവിനാണ്. ഈ സോണിൽ വെച്ചിട്ട് കാര്യമായിട്ടുള്ള 3 റിയാക്ഷൻസ് നടക്കും. ഒന്ന്, ഈ ലൈംസ്റ്റോൺ ഉണ്ടല്ലോ, അതായത് കാൽഷ്യം കാർബണേറ്റ് ഡിക്കമ്പോസ് ചെയ്തിട്ട് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്, അത് മുകളിലോട്ട് പോയിക്കോളും, എസ്കേപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു Fe2O3ന്റെ കേസിൽ റിമൂവ് ചെയ്യപ്പെടാത്ത SiO2 എന്ന് പറയുന്ന എന്തുണ്ട്? ഇമ്പ്യൂരിറ്റി ഉണ്ട്. ആ SiO2 which is the acidic gangue, that SiO2 is combined with calcium oxide which is the flux to form slag CaSiO3. calcium silicate എന്നുള്ള ഫ്ലക്സ് സ്ലാഗ് ഫോം ചെയ്യും. ഓക്കെ, ആ സ്ലാഗ് ഫോം ചെയ്യുന്ന സോൺ ആയതുകൊണ്ട് ഇതിനെ സ്ലാഗ് ഫോർമേഷൻ സോൺ എന്ന് പറയും.
ഈ നടുക്കത്തെ സോൺ പറഞ്ഞ പേരാണ് സ്ലാഗ് ഫോർമേഷൻ സോൺ. സ്ലാഗ് ഫോർമേഷൻ സോൺ. സ്ലാഗ് ഫോർമേഷൻ സോൺ. ആ നടുക്കത്തെ സോണിന്റെ പേരാണ് സ്ലാഗ് ഫോർമേഷൻ സോൺ. അപ്പൊ ഇവിടെ ആരാളുള്ളത്? ഇവിടെ ഓർ ഉണ്ട്, ലൈം സ്റ്റോൺ ഉണ്ട്. ആ ഓർ ഇവിടെ വെച്ചിട്ട് FeO ആയിട്ട് മാറി. ഇവിടെ FeOയിലുള്ള SiO2 റിമൂവ് ചെയ്യപ്പെട്ടു. FeOയിലുള്ള SiO2 റിമൂവ് ചെയ്യപ്പെട്ടു. അത് ഫ്യൂസിബിൾ അല്ലാത്ത ഗ്യാങ് ആയിരുന്നു. അതിനെ ഫ്യൂസിബിൾ ആയിട്ടുള്ള സ്ലാഗ് ആക്കി മാറ്റി. ഇവിടെ വെച്ചിട്ടാണ് ഈ ഹൈ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഈ CaSiO3 ഉണ്ടല്ലോ അത് ഉരുകിയിട്ട് താഴോട്ട് വരും. അപ്പൊ ഇവിടെ വെച്ചിട്ട് ഇപ്പൊ ആരെങ്കിലും ഉണ്ട്, ഇവിടെ ആരെങ്കിലും ഉണ്ടാവും ഉരുകിയ CaSiO3 കൂടാറുണ്ട്. മുകളിലുള്ള FeO ഇല്ലേ, ആ FeO ഉണ്ട്. ആ FeOക്ക് ഇവിടെ വെച്ചിട്ട് വേറൊരു മാറ്റം കൂടി വരികയാണ്. FeOക്ക് ഒരു മാറ്റം കൂടി വരികയാണ്. അത് ഞാൻ ഇവിടെ തന്നെ എഴുതുന്നു. FeO എന്താണെന്ന് അറിയാവോ? FeO ഈ പറയപ്പെട്ട കാർബൺ മോണോക്സൈഡ് ഉണ്ടല്ലോ, ആ കാർബൺ മോണോക്സൈഡുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് Fe പ്ലസ് CO2 ആയിട്ട് മാറും. എവിടെ വെച്ചിട്ട്? ഇതേ സ്ലാഗ് ഫോർമേഷൻ സോണിൽ വെച്ചിട്ട്. അതായത് FeOക്ക് ഒരു പ്രാവശ്യം കൂടി റിഡക്ഷൻ സംഭവിക്കും. അപ്പൊ സ്ലാഗ് ഫോർമേഷൻ സോണിൽ വെച്ചിട്ട് 2 പ്രാവശ്യം റിഡക്ഷൻ സംഭവിച്ചു. Fe2O3 Fe3O4 ആയി, Fe3O4 FeO ആയി. ആ FeO ആണെന്ന് എന്താണെന്നില്ല, Fe ആണെന്ന് ഇവിടെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഈ Feയില് കേൾക്കണം, ഈ FeOയിലുണ്ടായ SiO2 റിമൂവ് ചെയ്യപ്പെട്ടു ഇൻ ദി ഫോം ഓഫ് CaSiO3. അപ്പൊ ഈ സോണിൽ ഇപ്പൊ ആരെല്ലാം ഉള്ളത്? മോൾട്ടൺ ഫോമിലുള്ള കാൽഷ്യം സിലിക്കേറ്റ്, സോളിഡ് ഫോമിലുള്ള Fe. ഓക്കെ, അപ്പൊ ആ രണ്ടെണ്ണം കൂടി താഴോട്ട് വരും. താഴോട്ട് വരുമ്പോൾ ഈ ടെമ്പറേച്ചറിലേക്കാണ് 1570. അത് ഇരുമ്പിന്റെ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ കൂടിയ ടെമ്പറേച്ചറാണ്. അപ്പൊ ഈ സോണിൽ വെച്ചിട്ട് എന്താണെന്ന് വെച്ചിട്ട്, അതായത് 1570 കെൽവിൻ ടെമ്പറേച്ചറിലുള്ള ഈ സോണിൽ വെച്ചിട്ട് ഇരുമ്പ് ഉരുകും. സ്ലാഗ് ഓൾറെഡി ഇവിടെ ഉരുകിയിട്ടാണ് വരുന്നത്. Fe സോളിഡ് സ്റ്റേറ്റിലാണ്. Fe ഇവിടെ വെച്ചിട്ട് ഉരുകും. അപ്പൊ Fe ഉരുകുന്ന സോൺ ആയതുകൊണ്ട് ആ സോണിന്റെ പേരാണ്, ആ സോൺ നമുക്ക് നേരത്തെ പേര് കൊടുത്തിട്ടില്ല, ആ സോണിന്റെ പേരാണ് ഫ്യൂഷൻ സോൺ. ഏതാണ്? ഫ്യൂഷൻ സോൺ. ഫ്യൂഷൻ സോൺ. Feക്ക് ഫ്യൂഷൻ സംഭവിക്കുന്ന സോൺ ആയതുകൊണ്ട് ഫ്യൂഷൻ സോൺ എന്ന് പറയും. അപ്പൊ ഇവിടേക്ക് എത്തുമ്പോൾ Feയും ഉരുകി. അപ്പൊ പിന്നെയുള്ളത് എന്താണ്? ഉരുകിയ ഇരുമ്പ്, ഉരുകിയ സ്ലാഗ്. ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? സ്ലാഗിന് എപ്പോഴും മോൾട്ടൺ എന്താ പറയാ മെറ്റലിനേക്കാളും ഡെൻസിറ്റി കുറവാണ്. അപ്പൊ 2 ഉരുകിയ അവസ്ഥയിലുള്ള വസ്തുക്കൾ താഴോട്ട് വരും. അതിൽ ഡെൻസിറ്റി കൂടുതലുള്ള ഇരുമ്പ് താഴെ നിൽക്കും. ഓക്കെ, ഡെൻസിറ്റി കൂടുതലുള്ള ഇരുമ്പ് മോൾട്ടൺ അയൺ. ഓക്കെ, മോൾട്ടൺ അയൺ മുകളിൽ ഉണ്ടാവും, മോൾട്ടൺ Fe. അതേസമയം മോൾട്ടൺ ഫോമിലുള്ള സ്ലാഗ് മുകളിൽ ഉണ്ടാവും, മോൾട്ടൺ സ്ലാഗ്. ഓക്കെ, ആ സ്ലാഗിന്, മോൾട്ടൺ ഫോമിലുള്ള സ്ലാഗിനെ ഇതിലെ കൂടി പുറത്തേക്ക് എടുക്കും. ഇരുമ്പിനെ അപ്പൊ ഇതിലെ കൂടി സ്ലാഗ് പുറത്തേക്ക് എടുക്കുന്നു, ഇരുമ്പിനെ ഇതിലെ കൂടി പുറത്തേക്ക് എടുക്കുന്നു. ഇരുമ്പ് താഴെയല്ല ഉള്ളത്, മോൾട്ടൺ അയൺ. And that iron is called pig iron. Okay, കാരണം നമുക്ക് പറയാം pig iron. So iron obtained from the blast furnace is called pig iron. So these are the important reactions which taking place at different zones of blast furnace. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസ് അവസാനം കിട്ടുന്ന ഇരുമ്പ് ക്രൂഡായിട്ടുള്ള ഇംപ്യൂർ ആയിട്ടുള്ള അയൺ ആണ്, വിച്ച് ഈസ് കോൾഡ് പിഗ് അയൺ. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ ഹൈ ഗ്രേഡുകൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് അടുത്ത വീഡിയോസിൽ പറയാം. ഓക്കെ.